ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ബിഗ് ബോസ് ഹൗസിലെ സീസൺ 7 79ാമത്തെ ദിവസമാണ്. അപ്പോൾ രാവിലെ നടന്ന കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. രാവിലെ മോർണിംഗിലെ പാട്ടിന് ശേഷം രാവിലെ ഒരു മോർണിംഗ് സോങ് ഉണ്ടല്ലോ, അതിന് ശേഷം ഒരു ബെല്ല് വന്നപ്പോൾ മെഡിസിൻസ് വരുന്ന സമയമായിരുന്നു. അവിടെ സ്വാഭാവികമായിട്ട് നിന്നത് നമ്മുടെ അനീഷേട്ടനാണ്. അനീഷേട്ടൻ ഇപ്പോൾ അങ്ങനെ ഓടിപ്പോകാറില്ല. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന പ്രശ്നങ്ങൾക്ക് ശേഷം അനീഷേട്ടൻ അങ്ങനെ ഓടിപ്പോയി മെഡിസിൻ എടുക്കാറില്ല. അപ്പോൾ അവിടെ നിന്നതുകൊണ്ട് തന്നെ പോയി മെഡിസിൻ എടുത്തതിൻ്റെ തൊട്ട് പിറകെ പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് അക്ബർ വന്നു. അക്ബർ ഉടനെ പറഞ്ഞു, മെഡിസിൻ ഞാൻ കൊടുത്തോളാം, അനീഷേട്ടൻ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നും പറഞ്ഞിട്ട് അനീഷേട്ടൻ ആ മെഡിസിൻ കൊടുത്തു. ആ മെഡിസിൻ അക്ബറിൻ്റെ കയ്യിലിട്ട് കൊടുത്തു. അപ്പോൾ എന്തായാലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. ഈ എപ്പിസോഡിന് ശേഷം അക്ബർ പുറത്തു പോയി വന്നതിന് ശേഷം അനീഷേട്ടനോട് ഒരു അകൽച്ചയും അതുപോലെ തന്നെ ഗെയിമും കളിക്കുന്നുണ്ട്. അനീഷേട്ടൻ ഒന്നിലും പോകാൻ പാടില്ല, അല്ലെങ്കിൽ മെഡിസിൻ ഒന്നും കൊടുക്കണ്ട എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടാണ്. കാരണം പുള്ളി ഇനി കൊടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ ഇടയിൽ മെഡിസിൻ കൊടുക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങളുമാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് എന്നൊരു തോന്നലാണ് അക്ബറിനൊക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പുറത്തുനിന്നുള്ള ഹിൻ്റ് അനുസരിച്ച് ഉള്ള തോന്നലുകളായിരിക്കാം. ഈ 80 ദിവസവും ഈ 78 ദിവസവും കൊടുത്തിരുന്ന ആൾ, ഞാൻ നേരത്തെ പറയുകയാണെങ്കിൽ 60 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനെക്കുറിച്ചുള്ളൊരു ചർച്ച പോലും ഉണ്ടായത്. 60 ദിവസം കഴിഞ്ഞ് ഫാമിലി വീക്ക് വന്നതിന് ശേഷമാണ് ഈ മെഡിസിനും ബാറ്ററിയും സുപ്രഭാതവും ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ പോലും വന്നത്. അപ്പോൾ ഈ 77ാമത്തെ എപ്പിസോഡിലോ മറ്റോ ആണല്ലോ എപ്പിസോഡ് വന്നത്. അപ്പോൾ 77 കഴിഞ്ഞതിന് ശേഷം അക്ബറിന് മാറ്റങ്ങളുണ്ടായി. അപ്പോൾ ഇതുവരെയും അക്ബർ ബീൻസ് ബാഗിൽ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്ന അക്ബർ ഇനി ഒരു 20 ദിവസം കൊണ്ട് കളിച്ച് പ്രേക്ഷകരുടെ വോട്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് വെറുതെയാണ്, വ്യാമോഹം മാത്രം. മാന്യമായിട്ട് കളിക്കണമായിരുന്നു. വന്നപ്പോൾ തന്നെ കക്കൂസ് വർത്തമാനവും ചീഞ്ഞ വാക്കുകളും ഒക്കെ കളഞ്ഞിട്ട് മാന്യമായിട്ട് കളിച്ചിരുന്നെങ്കിൽ മുന്നേറാമായിരുന്നു. പക്ഷേ ഇനി 20 ദിവസം കൊണ്ട് അനീഷേട്ടനെ അങ്ങോട്ട് പിന്തള്ളി അനീഷേട്ടനെ നെഗറ്റീവാക്കി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. എന്നിട്ടിത് അനീഷേട്ടൻ പുറത്ത് വന്ന് ഊഞ്ഞാലിരുന്ന് ബിഗ് ബോസിനോട് ഒറ്റയ്ക്കിരുന്ന് ആരെങ്കിലും വരുന്നോ നോക്കുന്നു, ഇല്ല എന്ന് കണ്ടപ്പോൾ പറയുന്നു, ബിഗ് ബോസ് ഞാൻ ഈ മെഡിസിൻ എടുത്ത് കൊടുക്കുന്നത് ഞാൻ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, സ്വയം പതുക്കെ ഇരുന്ന് പറയുകയാണ്. ഞാനിങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കുന്ന പണ്ട് തൊട്ടേ അങ്ങനെ ശീലിച്ചതുകൊണ്ട് എനിക്കത് ഞാൻ വന്നപ്പോഴേ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റുള്ളവരൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ ഇവരിങ്ങനെ കാണിക്കുന്നല്ലോ എന്ന്. അപ്പോൾ അനീഷയുടെ സ്വന്തമായിട്ടിരുന്ന് പറയുന്നത് അയാളോട് തന്നെ ഇത് ചോദ്യം ചോദിക്കുക, അതിൻ്റെ ആൻസർ അയാൾ തന്നെ കണ്ടെത്തുക. അത് അയാളുടെ ഒരു ശൈലിയാണ്. നമ്മളൊക്കെ കണ്ണാടിയിലിരുന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കത്തില്ല. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഞാനൊരു സൈക്കോളജിസ്റ്റും കൂടിയാണ്. അപ്പോൾ അത് വളരെ നല്ല. അപ്പോൾ അതിന് ഇയാൾ വന്ന് അപ്പോൾ അനീഷേട്ടൻ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യുന്നു എന്ന് നോക്കാനായിട്ട് വന്നപ്പം പുള്ളി ഊഞ്ഞാലിൽ ആ ഒരു എന്താ പറയണേ, ആ ഒരു തൊട്ടിലല്ലല്ലോ അതിന് ചെയർ, ആ ഒരു ഊഞ്ഞാലിലിരുന്ന് ഇങ്ങനെ പറയുന്നതായിട്ട് കണ്ടപ്പോഴത്തെ അത് ഓടി വന്ന് ഷാനവാസിക്കായോട് പറഞ്ഞു. ഷാനവാസിക്ക് ഒത്തിരി ശ്രദ്ധിച്ചില്ല. അതിനുശേഷം പിന്നീട് നിവിനുമായിട്ട് വന്നിരുന്ന് ഗൂഢാലോചന നടത്തുകയാണ്. ആ സമയത്ത് അനീഷേട്ടൻ പോയി അവിടെ അടിച്ചു വരുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ അനീഷേട്ടനെ എങ്ങനെ പുകയ്ക്കാം എന്നുള്ള ഗൂഢാലോചനയാണ് ഗൈസ്.